ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് വിചിന്തനത്തിനായി ലഭിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. മരുഭൂമിയിലെ പരീക്ഷ. വലിയ നോമ്പിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മെ ആത്മശോധന ചെയ്യാൻ ലഭിച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗമാണ് ഇത്. നീണ്ട 40 ദിനരാത്രങ്ങളിലെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും അന്ത്യത്തിൽ കുരിശിന്റെ പാതയിൽ നിന്ന് പിന്തിരിയുവാനുള്ള പ്രലോഭനങ്ങളെ ജയിച്ച് സ്വജീവിതം പിതാവിന്റെ തിരുഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുന്ന ഈശോയാണ് ഈ വിശുദ്ധ ഗ്രന്ഥഭാഗത്ത് നാം കണ്ടുമുട്ടുക. മരുഭൂമിയിലെ ഏകാന്തതയിൽ 40 ദിവസം നീണ്ടുനിന്ന പ്രാർത്ഥനയും ഉപവാസവും വഴി ആന്തരിക ശക്തി വർദ്ധിപ്പിച്ച ദിവ്യനാഥനെ എതിരേറ്റത് സാത്താന്റെ 3 പ്രലോഭനങ്ങളാണ്. സമ്പത്തിന്റെയും പ്രശസ്തിയുടെയും അധികാരത്തിന്റെയും പ്രലോഭനങ്ങൾ. അവിടുത്തെ ജീവിതത്തിലെ വിഷമകരമായ അവസരങ്ങളിൽ ഒന്നായിരുന്നു അത്. കാരണം ദൈവനാഥന് തന്റെ ജീവിതപാത തിരഞ്ഞെടുക്കുവാനുള്ള അതിപ്രധാനമായ ഒരു സന്ദർഭം കൂടിയായിരുന്നു. ആ പ്രലോഭനങ്ങൾക്ക് കീഴടങ്ങി അധികാരത്തിന്റെയും സമ്പത്തിന്റെയും കൂമ്പാരങ്ങൾക്ക് മുകളിൽ നിന്നുകൊണ്ട് യഹൂദ ജനതയുടെ ഭാവനയ്ക്ക് അനുസൃതമായ ഒരു മിശിഹായാകണമോ, അതോ കുരിശിന്റെ പാതയിലൂടെ നീങ്ങി പിതാവിന്റെ ഹിതത്തിന് സ്വയം സമർപ്പിച്ച് സർവ്വലോകത്തിന്റെയും രക്ഷകനാകണമോ? ഇതായിരുന്നു അവിടുത്തെ വിഷമിപ്പിച്ച പ്രശ്നം. എന്നാൽ അവിടുന്ന് എല്ലാ പ്രലോഭനങ്ങളെയും വിജയിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഐസിയാസ് പ്രവാചകൻ വരച്ചു കാണിച്ച ദൈവത്തിന്റെ സഹദാസന്റെ പാത സ്വീകരിച്ച് കുരിശിന്റെ പാതയിലൂടെ നീങ്ങുന്നതായാണ് സുവിശേഷത്തിൽ നാം കാണുക. നമ്മെയും പലപ്പോഴും വഴിതെറ്റിക്കുന്ന ഒരു പ്രലോഭനമാണ് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം ഇവയിൽ അടങ്ങിയിരിക്കുന്ന ക്ഷേമസങ്കല്പങ്ങൾ. പലർക്കും സ്വർഗഭാഗ്യം നമ്മെ സമഗ്രമായ വിമോചനത്തിലേക്ക് നയിക്കുകയില്ല. പ്രത്യുത അസന്തുഷ്ടിയിലേക്കും നിരാശയിലേക്കും ആനയിക്കും. ആകയാൽ നിത്യതയ്ക്കും സമ്പൂർണതയ്ക്കും വേണ്ടിയുള്ള ദാഹം നമ്മിൽ വളരണം. നിത്യജീവന്റെ അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പ് നമ്മിൽ ഉടലെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ തൃപ്തരാകൂ. ഈ ലോക ജീവിതത്തിലെ നമ്മൾ നിരവധി പ്രലോഭനങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായി വരും. അവയെ തരണം ചെയ്യുന്നതിന് തപസ്സും പ്രായശ്ചിത്തവും നാമും ആചരിക്കണം. ഈ അവസരത്തിൽ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് രക്ഷകനെ അനുഗമിക്കാൻ നമുക്കും പരിശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.